അമ്മ മരിച്ചു എന്നാൽ കൂടെ ഞാനും. അമ്മ മരിച്ചെന്ന് 4:30 മണിക്കു കയറുന്നൊരു കോണിപ്പടി വീണു. അമ്മ മരിച്ചെന്ന് 4:30 മണിക്കു കയറുന്നൊരു കോണിപ്പടി വീണു. രാത്രി കൊഴിഞ്ഞ ഇലകളൊക്കെയും അമ്മ കിടന്ന പോലെ കിടന്നു. പുലരുവോളം ഓരിയിടാറുള്ള കുറുക്കനിന്നു മാത്രം ഒച്ചയില്ലാതെയാണു ചുമച്ചത്. നെഞ്ചു പുകഞ്ഞച്ഛൻ വീടു വിട്ടിറങ്ങി. മീൻ കത്തി അനങ്ങാതെ കിടന്നോണ്ടാവും പൂച്ചയും കുടുംബവും പലായനം തന്നെ തീരുമാനിച്ചത്. ഉതിർന്ന പൂക്കളെ തേടി കുട്ടികളാരും ഇതുവഴി വന്നില്ലെന്ന്. വന്നവരൊക്കെയും വിധിയെ തന്നെ പഴിച്ചോണ്ടിരുന്നു. ഇനി എനിക്കാരെന്ന പരിഭവനോട്ടവും. വന്നവരൊക്കെയും വിധിയെ തന്നെ പഴിച്ചോണ്ടിരുന്നു. ഇനി എനിക്കാരെന്ന പരിഭവനോട്ടവും. അന്നു മാത്രമാണു ഞാൻ ഒരുപാടു കരഞ്ഞത്. ആദ്യത്തെ കരച്ചിലേതുപോലെ അമ്മ ചിരിച്ചേയില്ല. എന്തു പറ്റിയെന്നു ചോദിച്ചില്ല. പോട്ടേടാ എന്ന് ആശ്വസിപ്പിച്ചില്ല. ആളില്ലാത്ത വീട്ടിലെ ചുമരു താങ്ങിപ്പിടിച്ചോണ്ട് കർപ്പൂരം ചേർത്താദ്യമായി ഞാൻ അമ്മയെ പറ്റി എഴുതി. ആളില്ലാത്ത വീട്ടിലെ ചുമരു താങ്ങിപ്പിടിച്ചോണ്ട് കർപ്പൂരം ചേർത്താദ്യമായി ഞാൻ അമ്മയെ പറ്റി എഴുതി. ഇവിടാരുമില്ല എന്നെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന ഹൃദയം നിലച്ചിരിക്കുന്നു. ചുണ്ടുകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചു അമ്മ മണമുള്ള മുറി പൂട്ടി ഞാനിറങ്ങി. ഇനി ഏതു പാതിരാവിലും ചുറ്റിത്തിരിയാം. കാണുന്ന തിണ്ണകളിലൊക്കെയും എനിക്കുറങ്ങാം.